ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവാണ്. അങ്ങനെ യാത്ര അയക്കാനായിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിവിടുന്ന് വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. ഞാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരാളാണ്. ഇതിൻ്റെ സിസ്റ്റർ മോനാണ്. ഞാൻ പോകുന്നവരെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിൻ്റെ ശേഷമാണ് ആളുടെ കരച്ചിൽ തുടങ്ങിയത്. അപ്പം സിസ്റ്റർ എനിക്ക് വീഡിയോ അയച്ചു തരികയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത് യാത്ര ചോദിച്ചിട്ട് എയർപോർട്ടിനുള്ളിലോട്ട് കയറി. അങ്ങനെ ഇതാ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടാറ്റയും കൂടെ കൊടുത്ത് നേരെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഒരു വട്ടം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. ഇതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ചോദിച്ച് ഇതാ ഫ്ലൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി സീറ്റ് നമ്പറൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഇതാ സീറ്റിലിരുന്ന് നമുക്ക് പുതക്കാനായിട്ട് ഒരു ബ്ലാങ്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുലർച്ചെ 4:30 നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. രാവിലെ ആകുമ്പോൾ നമ്മൾ ദുബായിലെത്തും. അങ്ങനെ അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ചു. നമ്മളിതാ നേരെ എമിഗ്രേഷനിൽ പോവുകയാണ്. പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു വണ്ടി കണ്ടത്. അവർ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇറക്കി തരുന്നതാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ലഗേജ് എടുത്ത് നേരെ ഇതാ പുറത്തിറങ്ങി ഹസ്ബൻഡിനെ കണ്ടു. പിന്നെ ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദുബായ് ദൈറയിലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന റൂമിലോട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.